Moving on to the next section. Next section is Daniell cell. Daniell cell എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന galvanic cell തന്നെയാണ്, which contains zinc rod dipped in a zinc sulfate solution and copper rod dipped in a copper sulfate solution. Only difference is that there is no salt bridge in the Daniell cell. Daniell cell salt bridge ഉണ്ടാവില്ല. There will be intermixing of electrolyte through a porous membrane. ഈ രണ്ടിൻ്റെയും ഇടയിൽ ഒരു porous membrane വെച്ച് ഇന്റർമിക്സിങ് നടക്കുന്നുണ്ടെങ്കിൽ അത് Daniell cell ആയിരിക്കും. അത് സിമ്പിൾ ആണ്, കൂടുതൽ അതിനെ കുറിച്ചൊന്നും പഠിക്കാനില്ല. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് റിവേഴ്സിബിൾ സെൽ. നമുക്കറിയാം, we have learned thermodynamics or reversibility, conditions for reversibility in thermodynamics. എന്തായിരുന്നു ഒരു റിയാക്ഷൻ്റെ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്? റിവേഴ്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഫോർവേഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടാവും. ഫോർവേഡ് റിയാക്ഷനെ നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് വിളിക്കും, അല്ലേ? ബാക്ക്വേർഡ് ഫോഴ്സിനെ നമ്മൾ ഓപ്പോസിംഗ് ഫോഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് തെർമോഡൈനാമിക് റിവേഴ്സിബിലിറ്റി? ഡ്രൈവിംഗ് ഫോഴ്സ് ഷുഡ് ബി infinitesimally greater than opposing force. ഓപ്പോസിംഗ് ഫോഴ്സിനെ കഴിഞ്ഞും ഡ്രൈവിംഗ് ഫോഴ്സ് എപ്പോഴും ഒരു പൊടിക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ആയിട്ട് നടക്കുന്നത്. Then it should be possible to reverse by applying a force very smaller. ഒരു ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഇവിടെ ഓപ്പോസിംഗ് ഫോഴ്സ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആവും. റിവേഴ്സിബിൾ റിയാക്ഷൻ ഒക്കെ റിവേഴ്സ്ഡ് ആയിട്ട് ഒരു റിയാക്ഷൻ നടക്കും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇതിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് തെർമോഡൈനാമിക്സ് പറയുന്നത്. അതായത് ഡ്രൈവിംഗ് ഫോഴ്സ് ഓപ്പോസിംഗ് ഫോഴ്സിനെ കഴിഞ്ഞ് ചെറിയൊരു എമൗണ്ട് മാത്രം കൂടുതലായിട്ട് നടന്നു പോവാണ്. ഇഫ് വി അപ്ലൈങ് എ small amount of opposing force കുറച്ചൊന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ, if we increasing the opposing force, the reaction should be reversed. റിയാക്ഷൻ്റെയും റിവേഴ്സ് ഡയറക്ഷനിൽ നടക്കും. അതിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എനി എന്താ പറയുക, റിവേഴ്സിബിൾ സെൽ, ഒരു റിവേഴ്സിബിൾ സെൽസിന്റെ കാര്യത്തിൽ ഇതുപോലെ 3 കണ്ടീഷൻസ് ഉണ്ട്. നമുക്കിവിടെ 2 കണ്ടീഷൻസ് ആയിരുന്നു പറഞ്ഞത് തെർമോഡൈനാമിക് റിവേഴ്സിബിലിറ്റിന്റെ കേസിൽ. പക്ഷേ റിവേഴ്സിബിൾ സെൽസിന്റെ കേസിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. ഇഫ് എ സെൽ, നമ്മുടെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് അല്ലെങ്കിൽ ഒരു സെല്ല് നമ്മളിപ്പോൾ ഹാഫ് സെല്ലായിട്ട് കണക്ട് ചെയ്തില്ലേ, സിങ്ക് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് ഒരു എക്സ്റ്റേണൽ EMF വഴി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു സ്വന്തമായിട്ട് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് ഒരു എക്സ്റ്റേണൽ അഡീഷണൽ EMFുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ കണക്ട് ചെയ്ത എക്സ്റ്റേണൽ EMF ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു നമ്മുടെ സെല്ലിന്റെ EMFുമായിട്ട് ഈക്വലന്റ് ആണെങ്കിൽ there will be no reaction. അവിടെ ഒരു റിയാക്ഷനും നടക്കില്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സെല്ല് ഒരു എക്സ്റ്റേണൽ EMFുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ EMF സെൽ EMFുമായിട്ട് സെൽ പൊട്ടൻഷ്യലുമായിട്ട് ഈക്വലന്റ് ആണെങ്കിൽ അവിടെ no reactions occur. If the external EMF is smaller than the സെൽ പൊട്ടൻഷ്യലിനെ കഴിഞ്ഞും എക്സ്റ്റേണൽ EMF കുറവാണെങ്കിൽ നോർമലി ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. നോർമലി ഏത് ഡയറക്ഷനിലാണോ കറണ്ട് ആ സെല്ലിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ കറണ്ട് ഫ്ലോ ചെയ്യും. എക്സ്റ്റേണൽ EMF സ്മോളർ ദാൻ ദ സെൽ പൊട്ടൻഷ്യൽ ആണെങ്കിൽ, സെല്ലിനെ കഴിഞ്ഞും കുറഞ്ഞ പൊട്ടൻഷ്യലാണ് എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കറണ്ട് നോർമലി എവിടെയാണോ ഫ്രം ദ സെല്ലിൽ നിന്ന് നമ്മുടെ കറണ്ട് മൂവ് ചെയ്യും. നോർമലി മൂവ് ചെയ്തിരുന്ന അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യും. ആൻഡ് തേർഡ് ക്രിറ്റീരിയ ഈസ് when the external EMF is made greater than the cell potential. സെല്ലിനെ കഴിഞ്ഞും EMF കൂടുതലാണെങ്കിൽ നോർമലി കറണ്ട്
ഫ്ലോ ചെയ്തിരുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് സെല്ല് റിവേഴ്സിബിൾ ആയിട്ട് മാറും ഇഫ് ദ എക്സ്റ്റേണൽ EMF is greater than the cell potential. ഓക്കെ, അത് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത് ഗാൽവാനിക് സെല്ലായിരുന്നു. സിങ്ക് കോപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഗാൽവാനിക് സെല്ല്. ഇതാണ് ആനോഡിക് കമ്പാർട്ട്മെന്റ്. ദാറ്റ് മീൻസ് സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, കോപ്പറിന് റിഡക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടുത്തെ ഡയഗ്രാമിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സിങ്ക് ഇലക്ട്രോഡ് ഹാവിംഗ് negative charge and copper having positive charge. Electron will move from, ഇവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെയാണ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ഈ ഒരു ഡയറക്ഷനിൽ ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് മൂവ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോൺസ് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കൂടിയും നമ്മൾ കറണ്ടിന്റെ മൂവ്മെന്റ് എപ്പോഴും പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. നമുക്കറിയാം ഫോർ എ ഗാൽവാനിക് സെൽ ഇലക്ട്രോൺസ് മൂവ്സ് ഫ്രം ആനോഡ് ടു കാഥോഡ് ബിക്കോസ് നെഗറ്റീവ് ചാർജ് ഉള്ള ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അവിടെയാണ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്. therefore electrons moves to cathode region. but the current flow എന്ന് എപ്പോഴും പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആയതുകൊണ്ട് we can say that current is flowing from cathode to anode. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പം കാഥോഡ് ടു ആനോഡ് എന്നുള്ളതാണ് നമ്മുടെ ഗാൽവാനിക് സെല്ലിന്റെ, നമ്മുടെ ഈ ഒരു സെല്ലിന്റെ നോർമൽ ആയിട്ടുള്ള മൂവ്മെന്റ്, കറണ്ട് ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഈ ഒരു സെല്ലിൽ നിന്ന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. ഫോർ എ ഗാൽവാൻ ഈ ഒരു സിങ്ക് കോപ്പർ സെല്ലിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ, അതായത് ഈ സെല്ലിന്റെ പൊട്ടൻഷ്യൽ 1.1 വോൾട്ട് ആണ്. നമ്മൾ ഒരു അഡീഷണൽ പൊട്ടൻഷ്യൽ ഈ ഒരു സെല്ലിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അത് ഈസ് ഈക്വൽ ടു 1.1 വോൾട്ട് ആണെങ്കിൽ ഈ സെല്ലില് റിയാക്ഷൻസ് ഒന്നും നടക്കില്ല എന്നാണല്ലോ പറഞ്ഞത്. ഇഫ് ദ external potential is less than 1.1 volt, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സെല്ലിന്റെ പൊട്ടൻഷ്യൽ തന്നെയാണ് കൂടുതൽ, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കുറവാണ്, ഈ 1.1 വോൾട്ടിനെ കഴിഞ്ഞും കുറവാണെങ്കിൽ നോർമലി കാഥോഡ് ടു ആനോഡ് തന്നെയാണല്ലോ കറണ്ട് മൂവ് ചെയ്യുന്നത്. കാഥോഡ് ടു ആനോഡ് എന്നുള്ള രീതിയിലാണ് കറണ്ട് മൂവ് ചെയ്യുന്നത്. അതേ ഡയറക്ഷനിൽ തന്നെ കറണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഇഫ് ദ എക്സ്റ്റേണലി അപ്ലൈഡ് EMF ഈസ് ഗ്രേറ്റർ ദാൻ 1.1 വോൾട്ട്, നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന എക്സ്റ്റേണൽ EMF 1.1 വോൾട്ടിനെ കഴിഞ്ഞും കൂടുതലാണെങ്കിൽ ദ ഫ്ലോ ഓഫ് കറണ്ട്, ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് റിവേഴ്സ്, ദാറ്റ് ഈസ് ആനോഡ് ടു കാഥോഡ് എന്നുള്ള രീതിയിൽ വരും. ഇവിടെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ സെല്ല് എന്ന് പറയാൻ കാരണം. അപ്പൊ നമ്മൾ സിംഗിൾ കോപ്പർ 2+ ഗിവ്സ് കോപ്പർ സിങ്ക് 2+ എന്നുള്ളതായിരുന്നു നമ്മൾ നേരത്തെ എഴുതിയ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു. അതിൽ സിങ്ക് ഓക്സിഡേഷൻ നടന്ന് സിങ്ക് 2+ ആവുന്നു എന്നുള്ളതായിരുന്നു. ബട്ട് ഇഫ് ദ അപ്ലൈഡ് കറണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ സെൽ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ കറണ്ട് ഫ്ലോസ് ഫ്രം ആനോഡ് ടു കാഥോഡ്. നോർമലി പോസിറ്റീവ് ചാർജ് ഉള്ള കാഥോഡ് ടു ആനോഡ് ആണ് പോകുന്നത്. ഈവൻ ദോ ഇലക്ട്രോൺസ് flows from anode to cathode, current flows from positive to negative, that means cathode to anode. അങ്ങനെയായിരുന്നു എല്ലാ റിയാക്ഷനും നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് external EMF is great. When external EMF is greater than the cell potential, the cell is reversed. That means എവിടെ ഓക്സിഡേഷൻ നടക്കും? കോപ്പർ ഇലക്ട്രോഡില് ഓക്സിഡേഷൻ നടക്കും and current flows from, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് എന്നുള്ള ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി
റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സ് ആൻഡ് ദെയർ ടൈപ്സ്. കുറേ ടൈപ്പ് റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഇലക്ട്രോഡ്സ് റിവേഴ്സിബിൾ വിത്ത് റെസ്പെക്ട് ടു കാറ്റയോൺ. ഓക്കെ, റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സിന്റെ കാറ്റഗറീസ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോഡ് റിവേഴ്സിബിൾ വിത്ത് റെസ്പെക്ട് ടു കാറ്റയോൺസ്. കാറ്റയോൺസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പം ഈ ഒരു ടൈപ്പില് എ മെറ്റൽ ഡിപ്പിംഗ് ഇൻ ടു എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഇറ്റ്സ് ഓൺ അയോൺ. ഒരു മെറ്റല് അതിൻ്റെ തന്നെ മെറ്റൽ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാറ്റയോൺ വെച്ചാണ് നമ്മൾ ഇത് പറയുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇലക്ട്രോഡ് റിവേഴ്സിബിൾ വിത്ത് റെസ്പെക്ട് ടു കാറ്റയോൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്ത സിങ്ക് 2+, അതായത് സിങ്ക് ഇലക്ട്രോഡ് ഈസ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റോ എനി അതർ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്നിങ് സിങ്ക് 2+ അയോൺസ്. ദാറ്റ് ഈസ് നമ്മൾ കാറ്റയോൺ വെച്ചാണ് ഇവിടെ റിയാക്ഷൻ പറയുന്നത്. ദാറ്റ് ഈസ് Zinc 2+ is an example for the reversible electrode with respect to cations. Generally പറയുകയാണെങ്കിൽ N plus N electron gives M solid. ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇലക്ട്രോഡ്സ് വിത്ത് റെസ്പെക്ട് ടു കാറ്റയോൺ. ഇപ്പോൾ സിങ്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിങ്ക് 2++ 2 ഇലക്ട്രോൺ ഗീവ്സ് സിങ്ക് എന്നൊരു റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? മെറ്റൽ റിവേഴ്സിബിൾ ഇലക്ട്രോഡ് വിത്ത് റെസ്പെക്ട് ടു കാറ്റയോൺസ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പം ഏതാണോ മെറ്റൽ, ആ മെറ്റലിന്റെ അതേ സൊല്യൂഷനിൽ തന്നെ ഡിപ്പ് ചെയ്ത് കാറ്റയോണിന്റെ ബേസിസിൽ നമ്മൾ പറയുകയാണെങ്കിൽ റിവേഴ്സിബിൾ ഇലക്ട്രോഡ് വിത്ത് റെസ്പെക്ട് ടു കാറ്റയോൺസ് എന്ന് പറയാം. ഇനി there are gas electrodes. ഗ്യാസ് ഇലക്ട്രോഡ്സ് പോസിബിൾ ആണ്. അപ്പം ഒരു എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്സ്. ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്നത് പ്ലാറ്റിനം ആണ്. മെറ്റൽ എന്ന് പറയുന്നത് പ്ലാറ്റിനം ആണ്. ഹൈഡ്രജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നു. ഹൈഡ്രജൻ ഗ്യാസ് H+ ആയിട്ട് മാറുന്നു, അക്വസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അതാണ് ആ മെറ്റലിന്റെ ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് H++ ഹാഫ് ഇലക്ട്രോൺ ഗീവ്സ് ഹാഫ് H2. അപ്പൊ ഇത് N++ ഇലക്ട്രോൺ ഗീവ്സ് M സോളിഡ് എന്നുള്ള അതേ ഇക്വേഷനിൽ തന്നെ നമുക്കിത് റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. Therefore, ഗ്യാസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഈസ് ഓൾസോ അണ്ടർ ദ കാറ്റഗറി ഓഫ് റിവേഴ്സിബിൾ ഇലക്ട്രോഡ് വിത്ത് റെസ്പെക്ട് ടു കാറ്റയോൺസ്. റിവേഴ്സിബിൾ ഇലക്ട്രോഡ് വിത്ത് റെസ്പെക്ട് ടു കാറ്റയോൺ എന്ന് പറയും. ഇതിന് ഈ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സിനെ, ഇലക്ട്രോഡ് റിവേഴ്സിബിൾ വിത്ത് റെസ്പെക്ട് ടു കാറ്റയോൺസിനെ മെറ്റൽ അയോൺ ഇലക്ട്രോഡ് എന്ന് പറയാം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രോഡ് ഒരു മെറ്റൽ ആയിരിക്കും, അതിന്റെ സൊല്യൂഷനിലുള്ള മെറ്റൽ അയോൺ ഉണ്ടാവും. Therefore, മെറ്റൽ അയോൺ ഇലക്ട്രോഡ് എന്നും പറയും. ഓക്കെ, റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സ് വിത്ത് റെസ്പെക്ട് ടു കാറ്റയോൺ. ആൻഡ് സെക്കൻഡ് കാറ്റഗറി ഈസ് electrodes reversible with respect to anions. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആനിയോൺ ബേസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കും. ആൻഡ് ഫസ്റ്റ് ക്രിറ്റീരിയ എന്ന് പറയുന്നത് when a metal ion is in contact with one of its insoluble salt. ഒരു മെറ്റൽ അയോൺ അതിന്റെ ഇൻസൊല്യൂബിൾ സാൾട്ട് ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ വിത്ത് റെസ്പെക്ട് ടു ആനിയോൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗ്യാസ് ഇലക്ട്രോഡ്സിനെ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ഇലക്ട്രോഡ് പോലെ തന്നെയുള്ള ഒരു ഇലക്ട്രോഡാണ് ക്ലോറിൻ ഇലക്ട്രോഡ്. ദാറ്റ് ഈസ് PtCl2Cl-. അത്
ക്ലോറിൻ ഇലക്ട്രോഡിന്റെ എക്സാമ്പിൾ ആണ്. അതിന്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് റിയാക്ഷൻ നടക്കുന്നത് ഹാഫ് Cl2 പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് Cl മൈനസ് അക്വസ്. ഈ ഒരു റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ആനിയോൺ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു ഇതുപോലെ ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ്സിനെ നമ്മൾ റിവേഴ്സിബിൾ ഇലക്ട്രോഡ് വിത്ത് റെസ്പെക്ട് ടു ആനിയോൺസ് എന്ന് പറയാം. ഇനി സാധാരണ ഒരു റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, സാധാരണ ടൈപ്പ് ഓഫ് സെല്ലാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ സിൽവർ മെറ്റൽ ഡിപ്ഡ് ഇൻ ഇൻസൊല്യൂബിൾ സാൾട്ട് സൊല്യൂഷൻ. അതായത് metal in contact with one of its insoluble salt immersed in a solution of salt of the same anion. സെയിം ആനിയോൺ ഉള്ള ഒരു സോൾട്ടിലോട്ട് ഒരു ഇൻസൊല്യൂബിൾ സാൾട്ട് ഡിസോൾവ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സിനെ നമ്മൾക്ക് ഇലക്ട്രോഡ് റിവേഴ്സിബിൾ വിത്ത് റെസ്പെക്ട് ടു ആനിയോൺസ് എന്ന് പറയാം. ഇതിൽ സിൽവർ സോളിഡ് ആണ്, സിൽവർ Ag+. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എങ്ങനെയാണ്? AgCl സോളിഡ് പ്ലസ് ഇലക്ട്രോൺസ് ഗീവ്സ് Ag പ്ലസ് Cl മൈനസ്. എന്തായിരിക്കും ഇവിടെ നടക്കുക? AgCl ഡിസോസിയേറ്റ് ചെയ്ത് Ag പ്ലസും Cl മൈനസും ആയിട്ട് മാറുന്നുണ്ട്. അതിലേക്കാണ് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ഇലക്ട്രോൺ കൊടുക്കുന്നത്. അത് ഇതിനെ ന്യൂട്രലൈസ് ചെയ്ത് എന്താക്കി മാറ്റും? Ag ആക്കി മാറ്റും പ്ലസ് Cl മൈനസ്. അപ്പൊ ഇവിടെ ആനിയോണിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റിയാക്ഷൻ പറയാൻ പറ്റുക. ഒരു AgCl സാൾട്ടിൽ Ag സിൽവർ ഡിപ്ഡ്, സിൽവർ ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ സിൽവർ ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് നടക്കുക. അപ്പൊ ഇതിനെ നമ്മൾ Ag ന്യൂട്രലൈസ് ചെയ്യും ക്ലോറിൻ മൈനസിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ആനിയോണിനെ ബേസ് ചെയ്തിട്ടാണ് ഇക്വേഷൻ വരുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് റിവേഴ്സിബിൾ ഇലക്ട്രോഡ് വിത്ത് റെസ്പെക്ട് ടു ആനിയോൺസ് ആണ്. അതുപോലെ ഒരു വേറൊരു എക്സാമ്പിൾ ആണ് മെർക്കുറി ക്ലോറൈഡ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒന്നും കൂടി വായിച്ചു നോക്കുക. അപ്പം ഈ ടൈപ്പ് ഓഫ് റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സിനെ മെറ്റൽ ഇൻസൊല്യൂബിൾ മെറ്റൽ സാൾട്ട് എന്ന് പറയും. മെറ്റൽ ഇൻസൊല്യൂബിൾ മെറ്റൽ സാൾട്ട്. ഒരു മെറ്റല് അതിന്റെ ഒരു സാൾട്ടിനെ, ഏത് ആനിയോൺ ആണ് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാൾട്ടിനെ ഡിപ്പ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ്സിനെയാണ് മെറ്റൽ ഇൻസൊല്യൂബിൾ മെറ്റൽ സാൾട്ട്. അതാണ് വിത്ത് റെസ്പെക്ട് ടു ആനിയോൺസിൽ വരിക. അതായത് ആനിയോൺസിനെ ഇതിന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ആനിയോൺസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റിയാക്ഷൻസ് ഉണ്ടാവുക. മെറ്റൽ ഈസ് ഡിപ്ഡ് ഇൻ ഇൻസൊല്യൂബിൾ മെറ്റൽ സാൾട്ട് സൊല്യൂഷൻ. ഒരു മെറ്റല് അതിന്റെ മെറ്റൽ സാൾട്ട് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള മെറ്റൽ സാൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആനിയോണിനെ ബേസ് ചെയ്താണ് റിയാക്ഷൻ പറയുന്നതെങ്കിൽ that type of electrode is reversible with respect to anions. Okay. Third type എന്ന് പറയുന്നത് ഓക്സിഡേഷൻ റിഡക്ഷൻ ഇലക്ട്രോഡ്സ്. അത് നിങ്ങൾക്കറിയാം, റിഡോക്സ് ഇലക്ട്രോഡ്സ്. റിഡോക്സ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നടക്കും, റിഡക്ഷൻ നടക്കും. രണ്ട് ടൈപ്പ് ഓഫ്, അതായത് റിഡോക്സ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ ഇലക്ട്രോഡ്. അപ്പോൾ ഒരു പ്ലാറ്റിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനേർട്ട്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന അൺഅറ്റാക്കബിൾ മെറ്റൽ ആണ് പ്ലാറ്റിനം. അത് Fe2+, Fe3+, അതായത് ഒരേ മെറ്റൽ ഒരേ അയോണിന്റെ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ടുള്ള സൊല്യൂഷൻ. ഒരേ അയൺ എന്ന് പറയുമ്പോൾ Fe2+നെ ഓക്സിഡേഷൻ നടന്നാണ് Fe3+ ആവുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു സൊല്യൂഷനെയാണ് നമ്മളെ ഇലക്ട്രോഡിനെയാണ് നമ്മളെ റിഡോക്സ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരേ അയോണിന്റെ തന്നെ ഓക്സിഡേഷൻ നടക്കും. മനസ്സിലായോ? Fe3+ റിഡക്ഷൻ നടന്നിട്ടാണ് ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ടാണ് Fe2+ ആവുന്നത്. സെയിം അയോൺ, അതാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ആൻ ഇലക്ട്രോഡ് ഓഫ് an unattackable metal like platinum immersed in a solution containing ions which are oxidized and reduced forms of a redox reaction. ഒരു റിഡോക്സ് റിയാക്ഷൻ നടന്നിട്ട്
ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഫോമും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫോം. ഇത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഫോം, ഇത് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫോം. ആ ഒരു സിറ്റുവേഷനിൽ ഒരു പ്ലാറ്റിനം അൺഅറ്റാക്കബിൾ ഇലക്ട്രോഡ്സ് ഉണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സിനെയാണ് പറയുന്നത് ഓക്സിഡേഷൻ റിഡക്ഷൻ റിവേഴ്സിബിൾ ഇലക്ട്രോഡ് പറയുന്നത്. ഇതിന് വേറൊരു എക്സാമ്പിൾ ആണ് SN4+ഉം SN2+ഉം വരുന്ന ഇലക്ട്രോഡ്. Fe2+ഉം Fe3+ഉം പോലെ തന്നെ SN4+ഉം SN2+ഉം